നല്ല ഫ്രഷായിട്ടുള്ള ക്യാരറ്റ് 1 കിലോ മേടിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? എന്താ ഷണ്ട? ക്യാരറ്റല്ലോ അല്ലേ? ക്യാരറ്റൊക്കെ കഴുകി എൻ്റെ നെട്ടും പാലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതേപോലെ എടുക്കുക. നമ്മൾ ജാറിനകത്ത് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് ഒന്ന് അരച്ചെടുക്കാം. കട്ടയൊന്നുമില്ല, അത് നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ രണ്ടാമത്തേത് നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളോ വല്ല എടുത്തിട്ട് ഈ കൊട്ടത്തുണി അങ്ങോട്ട് വെക്കുക. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അങ്ങോട്ട് എടുക്കുക. ഗോതമ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. തിളപ്പിച്ചാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് പാലാണ്. കട്ടയൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇതങ്ങോട്ട് മാറ്റുക. ചീനച്ചട്ടി എന്തെങ്കിലും ഒന്ന് വെക്കുക. ഒരു 250 ഗ്രാം പഞ്ചസാര എടുക്കുക. 1/4 ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കൊടുക്കുക. നല്ലപോലെ അരച്ചതിന് ശേഷം നമ്മൾ ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. കോൺഫ്ലവറും ഗോതമ്പ് പൊടിയും കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് വേണം അത് ഒഴിച്ച് കൊടുക്കാനായിട്ട്. കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇച്ചിരി ഏലക്കപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് പൊടി. അതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇച്ചിരി നെയ്യോടെ ഒഴിച്ച് കൊടുത്താൽ ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യോടെ ഒഴിക്കുകയാണ്. വേണ്ട, നമ്മുടെ പാൻ്റെ അകത്തുനിന്നൊന്നും ഒട്ടാതെ നല്ല ക്ലിയറായിട്ട് വരുന്നുണ്ട്. ഒരല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുക. ഒരു ബട്ടർ പേപ്പർ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. ഒരല്പം എണ്ണ കൂടെ തൂത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെറു ചൂടോട് കൂടി തന്നെ ഈ പാത്രത്തിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒന്ന് കൊള്ളിച്ച് വെക്കുക. ഒരല്പം എള്ളൂടെ മേളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇങ്ങനെ കമത്തി അങ്ങോട്ട് പോകും. അടിപൊളിയായി കേട്ടോ. കറക്റ്റ് മധുരവും ഒരുപാട് ആ ടേസ്റ്റും.